ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്നിവിടെ ഒരു അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പ്രൊഡക്റ്റ് എന്താണെന്ന് വെച്ചാൽ റിയൽമിയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് റിലീസ് ആയിരിക്കുന്ന റിയൽമി എയർബഡ്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് ആണ്. അതായത് ട്രൂലി വയർലെസ് ഹെഡ്ഫോൺ ആണ് ഇത്. സോ നമ്മൾ ഇന്ന് അതിന്റെ അൺബോക്സിംഗ് ആണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. സോ ആദ്യം ഞാൻ ഇതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ ഇത് കംപ്ലീറ്റ്ലി എയർപോർട്ട് പോലത്തെ തന്നെ ഒരു സംഭവമാണ്. പിന്നെ ഇതിന്റെ അവൈലബിൾ ആയിട്ടുള്ള കളർ വേരിയൻസ് 3 ഒന്ന് ബ്ലാക്ക്, വൈറ്റ്, പിന്നെ ഒന്ന് യെല്ലോ. ഇപ്പൊ എൻ്റെ കയ്യിലുള്ളത് ഇതിന്റെ കളർ എന്ന് വെച്ചാൽ വൈറ്റ് ആണ്. ഇതിന്റെ മെയിൻ പ്രത്യേകത എന്ന് വെച്ചാൽ ആപ്പിൾ എയർപോഡ് 2 മിക്കവാറുള്ള എല്ലാ ഫീച്ചേഴ്സും ഇതിൽ അവൈലബിൾ ആണ്. അതായത് അതിന്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഏകദേശം 15,000 വരും. ഇത് അതിന്റെ മൂന്നിലൊന്നിലും കുറവ്, അതായത് 3,999 ആണ് നമുക്കിത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. സോ നമുക്കിനി ഇതിന്റെ പാക്കേജ് ചെക്ക് ചെയ്യാം. ഇതിലിപ്പോൾ മെൻഷൻ ചെയ്തിരിക്കുന്ന മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്നത് എന്താ വെച്ചാൽ ലോ ലാറ്റൻസി. ലാറ്റൻസി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഡാറ്റ ട്രാൻസ്ഫറിങ് നടക്കുന്ന സമയത്തുള്ള ഡിലേ ആണ്. അതായത് ഇപ്പോൾ ഫോണിൽ നിന്ന് വയർലെസ് ആയിട്ടുള്ളത് നമ്മുടെ ഹെഡ്ഫോണിലോട്ട് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സോ നിങ്ങളിപ്പോൾ ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളുടെ വീഡിയോ പ്ലേ ആയി കഴിഞ്ഞതിന് ശേഷമായിരിക്കും നമ്മുടെ ചെവി മീൻസ് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റിൽ അത് കേൾക്കാൻ സാധിക്കും. ചെറിയൊരു ഡിലേ ഉണ്ടാവും. ആ ഡിലേ എന്ന് പറയുന്നത് ഈ ഹെഡ്സെറ്റിൽ വളരെ കുറവാണ്. അതാണ് ഇതിന്റെ മെയിൻ പ്രത്യേകത. ഇതിന് അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് മോഡൊക്കെ ഉണ്ട്, ഗെയിം ബൂസ്റ്റിംഗ് മോഡ് എന്ന് പറഞ്ഞിട്ട്. അടുത്ത മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ വയർലെസ് ചാർജിംഗ് ആണ്. നിങ്ങളുടെ ആൾറെഡി വയർലെസ് ചാർജർ ഉണ്ടെന്ന് വെച്ചാൽ നമുക്ക് അത് വയർലെസ് ചാർജിംഗ് വഴിയും ഈ കേസ് ചാർജ് ചെയ്യാം. പിന്നെയുള്ളതെന്ന് വെച്ചാൽ അതിൽ വരുന്ന ബ്ലൂടൂത്ത് 5.0 ആണ്. അതിപ്പോ വരുന്ന മിക്കവാറുള്ള എല്ലാ ബ്ലൂടൂത്ത് ഡിവൈസും ബ്ലൂടൂത്ത് 5.0 വരും. സോ കണക്ടിവിറ്റി കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിരിക്കും, കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും, പെട്ടെന്ന് കണക്ട് ആവും. പിന്നെയുള്ളത് വിയർ ഡിറ്റക്ഷൻ ആണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇതിൽ വരുന്ന ഡ്രൈവേഴ്സ് ബാസ് ബൂസ്റ്റഡ് ഡ്രൈവേഴ്സ് ആണെന്നാണ് റിയൽമി പറയുന്നത്. അതായത് കുറച്ചുകൂടെ ബാസിന് പ്രയോറിറ്റി കൊടുക്കുന്ന ടൈപ്പിലുള്ള ഡ്രൈവേഴ്സ് ആയിരിക്കും ഇതിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. പിന്നെയുള്ള മെയിൻ ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഡ്യുവൽ മൈക്ക് നോയ്സ് ക്യാൻസലേഷൻ ആണ് വരുന്നത്. അതായത് നോയ്സ് ക്യാൻസലേഷൻ വെച്ചാൽ എന്താണെന്നല്ലോ, നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ബാക്കിയുള്ള നോയ്സ് എല്ലാം ക്യാൻസൽ ചെയ്ത് നമ്മളുടെ വോയിസിന് മൊത്തം നമ്മൾ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഈ നോയ്സ് ക്യാൻസലേഷൻ എന്ന് പറയുന്നത്. നമുക്കിനി ഇത് അൺബോക്സ് ചെയ്യാം. ഡിസൈൻ വൈസ് എയർപോഡ് 2 പോലെ തന്നെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിനകത്തുള്ളത് ടൈപ്പ് സി ചാർജിംഗ് കേബിളും പിന്നെ ഇതിന്റെ യൂസർ ഗൈഡുമാണ്. സോ നമുക്കിനി ബാക്കിയുള്ളതെല്ലാം മാറ്റി വെച്ചിട്ട് ബഡ്സ് എയറിനെ കുറിച്ച് നോക്കാം. നിങ്ങൾക്ക് ഇതിന്റെ മേലെ കാണാൻ പറ്റുന്നതാണ് ഇൻഡിക്കേഷൻ ലൈറ്റ്. അതായത് ഇത് ഓൺ ആണോ ഓഫ് ആണോ നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ചാർജിങ് ചെയ്യുന്ന സമയത്തും ഇത് നമുക്ക് ഇൻഡിക്കേറ്റ് ചെയ്യണം, ചാർജ് ആകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻഡിക്കേഷൻ ലൈറ്റ്. അതിന് താഴെയായിട്ട് തന്നെ ഒരു ബട്ടൺ ഉണ്ട്, നമുക്ക് പേര് ചെയ്യുന്ന സമയത്ത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ബട്ടൺ. സോ നമുക്കിനി ഇത് പുറത്തെടുത്ത് നോക്കാം. ഇതിന്റെ താഴ്ഭാഗത്തായിട്ട് കാണുന്നതാണ് ചാർജിങ് പോയിന്റ്സ്. അതായത് ഈ 2 പോയിന്റ്സ് വഴിയാണ് ഇത് ഈ കേസിൽ നിന്ന് ഇതിലോട്ട് ചാർജ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ കാണുന്നതാണ് അതിന്റെ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക്. പ്രൈമറി മൈക്ക് വന്നിട്ട് ഇതിന്റെ ഈ ചാർജിങ് പോയിന്റ്സിന്റെ ഇടയിലായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ കാണുന്ന പ്രോക്സിമിറ്റി സെൻസർ. അതായത് പ്രോക്സിമിറ്റി സെൻസർ ഞാൻ പറഞ്ഞു, നമ്മൾ കോളൊക്കെ ചെയ്യുന്ന സമയത്ത് ഫോൺ ചെവിയിൽ വെച്ച് കഴിഞ്ഞാൽ മീൻസ് ഫോണിന്റെ ഡിസ്പ്ലേ ഓട്ടോമാറ്റിക്കായി ഓഫ് ആവും. അതുപോലെ തന്നെ ആ സെയിം സെൻസർ ഇതിലും വന്നിട്ടുണ്ട്. അതായത് നമ്മളിത് യൂസ് ചെയ്യാത്ത സമയത്ത് ചെവിയിൽ എടുക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായി ഓഫ് ആയി, വീണ്ടും ചെവി വെക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കണക്ട്. അപ്പൊ മ്യൂസിക് എന്തെങ്കിലും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെവിയിൽ നിന്ന് റിമൂവ് ചെയ്യണമെങ്കിൽ മ്യൂസിക് ഓട്ടോമാറ്റിക്കായി പോസ് ആവും. സോ അതിനാണ് ഈ പ്രോക്സിമിറ്റി സെൻസർ യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിന് റിയൽമി പറയുന്ന ബാറ്ററി ബാക്കപ്പ് എന്ന് വെച്ചാൽ, അതായത് ഈ ബഡ്സിൽ നമുക്ക് കിട്ടുന്ന ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുന്നത് 3 hours ആണ്. അതുപോലെ തന്നെ വിത്ത് ചാർജിംഗ് കേസ് ആണെന്നുണ്ടെങ്കിൽ 7 hours ബാറ്ററി ബാക്കപ്പ് ആയിരിക്കും നമുക്ക് കിട്ടുക. പിന്നെ ഇത് ചാർജ് എടുക്കുന്ന സമയം എന്ന് വെച്ചാൽ 2 മണിക്കൂറാണ്. അതുപോലെ തന്നെ ഇതിന് റിയൽമി പ്രൊവൈഡ് ചെയ്യുന്ന വാറണ്ടി 6 months ആണ്. ഞാനിത് ഓൾറെഡി യൂസ് ചെയ്ത് നോക്കി. സോ ഇനി ഞാൻ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റിയെ പറ്റി പറയാം. പ്രൈസിൽ കിട്ടുന്ന നല്ല സൗണ്ട് ക്വാളിറ്റി തന്നെയാണ് ഇതിനുള്ളത്. അതായത് ബാക്കിയുള്ള ഈ റേഞ്ചിൽ വരുന്ന ഹെഡ്സെറ്റിന് കമ്പയർ നോക്കുന്ന സമയത്ത് നല്ല രീതിയിലുള്ള സൗണ്ട് ക്വാളിറ്റി ആണ് ഇത് വരുന്നത്. ഇത് ചെവിന്ന് പെട്ടെന്ന് വീണ് പോകത്തില്ല, അങ്ങനത്തെ കുറച്ച് പ്രത്യേകതകൾ ഇതിനുണ്ട്. സോ ഇതിന്റെ യൂസേജിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ 2-3 ദിവസത്തിനകത്ത് തന്നെ ഇടുന്നതായിരിക്കും. സോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടും കൂടെ ഷെയർ ചെയ്യുക. സോ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.